സംസ്ഥാനത്ത് ഇന്നും പവർ കട്ട് തുടരും. 7-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണമുണ്ടാകുമെന്ന് KCB അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയാണ് വൈദ്യുതി നിയന്ത്രണമുണ്ടായത്. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഇന്നും വൈദ്യുതി നിയന്ത്രണമുണ്ടാകുമെന്നാണ് KCB അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ കുറച്ച് ദിവസങ്ങളായി 2 മണിക്കൂറിലൊക്കെ അധികമായിട്ട് പവർ കട്ട് ഉണ്ടാകുന്ന സാഹചര്യമാണ് കേരളത്തിൽ പലയിടത്തും. ഈ 10 വർഷക്കാലം ഇല്ലാതിരുന്ന ഒരു പവർ കട്ടാണ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കാണാൻ കഴിയുന്നത്. തീർച്ചയായും അവധിയായാലും സംസ്ഥാനത്ത് പവർ കട്ട് തുടരുന്നു. അത് എന്ന് വരെ തുടരുമെന്നോ അല്ലെങ്കിൽ എന്ന് ആ നിയന്ത്രണം അവസാനിപ്പിക്കാൻ സാധിക്കും എന്നതിലോ ഒരു വ്യക്തതയും ഇപ്പോൾ KCBക്കോ സർക്കാരിനോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് മഴ കുറഞ്ഞ സാഹചര്യത്തിൽ വൈദ്യുതിയുടെ ഉപയോഗം കൂടി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മഴ അതായത് ഒരു 5 ദിവസം മുൻപാണ് സംസ്ഥാനത്ത് മഴയിൽ കുറവുണ്ടായത്. പക്ഷേ അന്ന് മുതൽ തന്നെ KCB ഈ വൈദ്യുതി നിയന്ത്രണവും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇവർ ഭാഗികമായ വൈദ്യുതി നിയന്ത്രണം എന്നുള്ളതാണ് KCBയുടെ അറിയിപ്പിൽ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 3 ദിവസങ്ങളിലും നമുക്ക് നിലവിൽ സംസ്ഥാന വ്യാപകമായി വിവിധ ഘട്ടങ്ങളിലായി 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ രീതി തന്നെയായിരിക്കും ഇന്നും തുടരുക എന്നുള്ളതാണ് നമുക്ക് KCBയുടെ അറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് ആ അറിയിപ്പിൽ KCB നൽകുന്ന അറിയിപ്പിൽ എത്ര മണിക്കൂർ വരെയാണ് ഈ വൈദ്യുതിയുടെ നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല. അതിനൊപ്പം തന്നെ ഏത് സമയത്ത് എന്നുള്ളത് സംബന്ധിച്ചും വൈകുന്നേരത്തെ പീക്ക് സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 7 മുതൽ രാത്രി 12 മണി വരെയുള്ളതാണ് പീക്ക് സമയം. ആ പീക്ക് സമയത്തിൽ ഓരോ മേഖലയിലും എപ്പോൾ എന്നുള്ളതും സംബന്ധിച്ചും ഒരു കൃത്യമായ അറിയിപ്പ് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ വിവിധ ഘട്ടങ്ങളിലായി 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. ഏതായാലും KCBയുടെ ഭാഗത്ത് നിന്നും കൃത്യമായ രീതിയിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ ഒന്നും ഇല്ലാത്തതാണ് ഈ രീതിയിൽ സംസ്ഥാനത്ത് പവർ കട്ട് തുടരുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന വിമർശനം. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.